ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴിയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴിയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ കറുത്ത വെളുത്ത ഭാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവരാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിന്റെ പ്രകാരം 9-ാം ഭാവത്തിൽ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിന്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിന്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിന്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, കർമ്മസ്ഥാനം മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവൻ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഓടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. അതായത് മീനൻ രാശിക്കാർക്ക്, മീനക്കൂറുകാർക്ക്, അതായത് മീനക്കൂറുകാർ പറഞ്ഞപ്പോൾ പൂരവട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന മീനൻ രാശിക്കാർക്ക് ഇതുവരെ 2-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ ധനസ്ഥാനത്തിൽ കുടുംബസ്ഥാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന വ്യാഴൻ 3-ാം ഭാവത്തിൽ മുടിഞ്ഞു പോകുന്ന
മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ മുടിഞ്ഞു പോകുന്ന പറയുന്നത്. ആ മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ദോഷകരമായിട്ടാണ് മീനൻ രാശിക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവനായിരിക്കണം. ഫൈനാൻസ് സംബന്ധമായിട്ട് ധനസംബന്ധമായിട്ടുള്ള മേഖലകളിൽ വളരെ സൂക്ഷ്മതയോട് പ്രവർത്തിച്ചില്ലെങ്കിൽ ധനനഷ്ടം, മാനഹാനി എന്നിവയും കടബാധികൾ വന്നു കയറുവാനുള്ള സാധ്യതയും കടം ഇഷ്ടമാരി കിട്ടുവാനുള്ള സാധ്യതയും. കാരണം കടം ഇഷ്ടമാരി കിട്ടിയാലേ പിന്നീടുള്ള അനുഭവങ്ങൾ വരാനുള്ളൂ എന്ന് പറയുന്നത്. അത് കടം തിരിച്ചു കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ മൈൻഡിൽ അത് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നുണ്ടാവും. പക്ഷെ നമുക്ക് വരുമാന മാർഗം സ്തംഭനം, ചിലപ്പോൾ വരുമാന മാർഗം തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വരുമാന മാർഗം തടസ്സപ്പെടുവാനും തീരെ ഇല്ലാതെ വരികയല്ല, വരുമാനം കിട്ടുന്ന വരുമാനത്തിൽ കുറവ് വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരു കൂലി പണിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു 1000 രൂപ ദിവസ വരുമാനം ഉണ്ടെങ്കിൽ ആ ഒരു മാസം പോയാലേ 30,000 രൂപ തികച്ചു കിട്ടുള്ളൂ. ഈ 30 ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ, തൊഴിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു 10 ദിവസം കുറഞ്ഞു കഴിഞ്ഞാൽ 20 ദിവസത്തെ വർക്കേ ഉള്ളൂ, ചിലപ്പോൾ 15 ദിവസത്തെ വർക്കുള്ളൂ പറഞ്ഞാൽ അതിൽ സംതൃപ്തനായി പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വൻ തകർച്ചയാണ് കാണുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിദ്യാർത്ഥികൾ, എൻട്രൻസ് പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഗവൺമെൻറ് തലത്തിൽ PSC എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കെല്ലാം ദോഷകരമാണ് എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് മെമ്മറി പവർ, അതായത് മെമ്മറി പവർ പറയുമ്പോൾ ബുദ്ധി വികസനം നേടിയെടുക്കുക, ബുദ്ധി സേവ് ചെയ്യാനുള്ളത്, നമ്മൾ പഠിച്ചത് സേവ് ചെയ്യാനുള്ള മെമ്മറി പവർ കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം അതിൽ നിന്നും മോചനം നേടുവാനുള്ള 7 ശനി ഇപ്പോൾ തന്നെ കൂടെയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ തലവേദനയാണ്. ഇപ്പോൾ പരാത്തിന് ഇലക്ഷൻ കൂടി വരികയാണ്. അവരെല്ലാം ചിലപ്പോൾ ഈ രാശിയിൽ പഠിക്കുന്നവരൊക്കെ എല്ലാം നിൽക്കുകയാണെങ്കിൽ പരാജയ ഭീതി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ പ്രൊഡ്യൂസർമാർക്കെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനവർക്കെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് പരമായിട്ട് ചെയ്യുന്നവർക്ക് പുതിയ ബിസിനസ്സിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ദോഷത്തിനെ വരികയുള്ളൂ, നഷ്ടം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ഏജൻറ്റുകൾക്ക് പണം കൊടുക്കുന്നത്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ഏതുമായിക്കോട്ടെ വിസയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നത്, ജോലി സംബന്ധമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ചെയ്തിട്ടോ ഒക്കെ തട്ടിപ്പ് നടത്തുന്ന ഒരു തട്ടിപ്പിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട്. പണം തിരികെ കിട്ടില്ല, പൈസ നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത്. IT മേഖല, കമ്പ്യൂട്ടർ മേഖല, മൊബൈൽ മേഖല എന്നീ വർഗങ്ങളിൽ ബിസിനസ് തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദോഷഹിതങ്ങളാണ് കൂടുതലും കാണുന്നത്. വാഹന സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു കാര്യമായിട്ടൊരു ഇത് വരാനുള്ള സാധ്യതയില്ല. മെക്കാനിക്കൽ സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. പക്ഷേ ബിസിനസ് സംബന്ധമായിട്ട് അക്കൗണ്ട് സെക്ഷൻ, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നവർക്കും അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധാപൂർവനായിരിക്കണം എന്ന് പറയും. ബാങ്ക് മാനേജർ, അതുപോലെ തലപ്പത്തിരിക്കുന്ന കാഷ്യർമാർ, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാഷ്യർമാർ, അങ്ങനെയുള്ളവരൊക്കെ വളരെ പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ല. പണം തിരിമറി പോവും, കണക്കിൽ തെറ്റുപറ്റും, അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ധനസംബന്ധമായിട്ടുള്ളതിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാരും ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇതിൽ ഇറക്കുന്നവരും സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ദോഷങ്ങളാണ് എന്ന് പറയുന്നത്. പരിഹാരമായി ഞാൻ പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവിന് ഉള്ള പരിഹാരം ഗുരുവായൂർ ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, യഥാശക്തി വഴിപാട്. ഗുരുവായൂരപ്പൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്ര ദർശനം തൊഴുതുന്നവർ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം തൊഴുതുന്നവർ, അതുപോലെ പ്രശസ്തപരമായിട്ടുള്ള പുരാതനപരമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുകയും തൊഴുതുകയും യഥാശക്തി വഴിപാടുകൾ ചെയ്യാം. മഹാവിഷ്ണുവിൽ ത്രികാല പൂജ, എല്ലാത്ത വർഷം മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ദോഷാധിക്യമൊക്കെ കുറഞ്ഞു വരും. ദിവസേന വിഷ്ണു സഹസ്രനാമ പാരായണം ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റ്, ചുരുങ്ങിയത് 20 മിനിറ്റോ പറയുന്നത് 10 മിനിറ്റ് ചൊല്ലിയാലും വളരെ ദോഷങ്ങൾ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. വിഷ്ണു സഹസ്രനാമം ജപം ചെയ്യുകയാണെങ്കിൽ ഒരു പരിഹാരത്തിൻ്റെ ആവശ്യമില്ല, ദിവസേന പാരായണം ചെയ്യുകയാണെങ്കിൽ. അല്ലാത്ത പക്ഷം എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പരിഹാരം ആവശ്യമാണ്. ക്ഷേത്ര ദർശനത്തോടു കൂടി ഒരു മനസ്സമാധാനം എല്ലാം വന്നു ചേരും. വിദ്യാർത്ഥികൾ പൊതുവെ ശ്രദ്ധിക്കണം. അതായത് ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാവും,
അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസസിലെ വിദ്യാർത്ഥികളും എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ള ഇതും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിലുള്ളവരും സിവിൽ സംബന്ധമായിട്ടുള്ള സിവിൽ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരെല്ലാം വളരെ സൂക്ഷിക്കുക പറഞ്ഞാൽ നമ്മളുടെ സമയം അത്ര ക്ലിയർ അല്ല എന്ന് അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വക്കീലന്മാർക്കെല്ലാം വാക്കുകളാൽ ദോഷങ്ങൾ വന്ന് കേസുകളെല്ലാം പരാജയപ്പെടുന്നു. വാക്കുകളാൽ ജോലി ചെയ്യുന്നു, വാക്കുകൊണ്ടാണ് ഉപജീവന മാർഗം നടത്തുന്നത് എന്ന് പറയുന്ന ഞാനടക്കം, അതായത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് ഉപജീവന മാർഗം. അത് കാരണം അവരെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തിട്ട് ഭയഭക്തിയോടുകൂടി വരികയാണെങ്കിൽ ദോഷാധിക്യം കുറഞ്ഞു വന്ന് പഴയ ലെവലിൽ പോകാൻ പറ്റും. 7.5 ശനി കൂടെ തന്നെയുണ്ട്, വ്യാഴൻ സഹായത്തിനില്ല എന്നുള്ളത് വളരെ ഓർമ്മിക്കാൻ നല്ലത്. നമസ്കാരം.